ഏത് നേരത്താണോ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? വേലിയിലിരിക്കുന്ന പാമ്പിനെയാണല്ലോ ദൈവമേ ഞാൻ എടുത്ത് തോളത്തിട്ടത്. വേണ്ടായിരുന്നു, ഞാൻ ചെയ്തപ്പോൾ മാത്രം കുഴപ്പമായി. എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ ഈ രീതിയിൽ ചിന്തിക്കാത്ത നിമിഷങ്ങൾ ഏതെങ്കിലും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവാതിരിക്കില്ല. ഉദാഹരണത്തിന് ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പം ചിലപ്പം +2 കഴിഞ്ഞ് എന്തിന് പോകണം, എങ്ങനെ പോകണം, മുമ്പൊക്കെ അത് വ്യാപകമായിട്ട് എല്ലായിടത്തും പറ്റുന്ന അബദ്ധങ്ങളായിരുന്നു. എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ നഴ്സിങ്ങിന് പോയി, നെയ്ബർ വിട്ടു, റിലേറ്റീവ് വിട്ടു, കസിൻ ഇന്ന കോഴ്സിന് പോയി, അതുകൊണ്ട് നമ്മളും അതിന് പോകുന്നു. അത് ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് പറ്റാത്തൊരു കോഴ്സാണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യാതെ എനിക്ക് എന്താണ് വേണ്ടത്, എൻ്റെ ടാലന്റ് എന്താണ്, എൻ്റെ പാഷൻ എന്താണ്, അതിനനുസരിച്ചുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ചൂസ് ചെയ്യാനായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് ധാരാളമായിട്ട് സഹായിക്കാൻ പറ്റും നിങ്ങളെ. കുട്ടികളുടെ സൈക്കോമെട്രിക് കോഴ്സ്, പിന്നെ കുട്ടികൾക്കുള്ള സൈക്കോമെട്രിക് ഇവാലുവേഷൻ ചെയ്തിട്ട് കരിയർ ഗൈഡൻസ് ഏതിലാണ് നിങ്ങളുടെ ടാലന്റ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കി ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടി ക്ലബ്ബ് ചെയ്തിട്ട് അത് കരിയർ ഗൈഡൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ പോലെ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അയ്യോ വേണ്ടായിരുന്നു, വേലിയിലിരിക്കുന്ന പാമ്പിനെയാണല്ലോ ഞാൻ എടുത്ത് വെച്ചത്, തോളത്ത് വെച്ചത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകണ്ട. എനിക്ക് പറ്റിയ കോഴ്സ് തന്നെ ഞാൻ ചൂസ് ചെയ്തു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് എന്തിന് പോയി കഴിഞ്ഞാലും അതിൻ്റെതായ ചാലഞ്ചസും ഡിഫിക്കൽട്ടീസും ഉണ്ട്. നമുക്ക് ടാലന്റ് ഉള്ള, നമുക്ക് പാഷൻ ഉള്ള ഒരു കാര്യത്തിലേക്ക് പോയി കഴിയുമ്പോൾ അതെല്ലാം ഫേസ് ചെയ്യാനും റെസ്പോൺസിബിലിറ്റി എടുക്കാനും പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും അവർ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി ചതിച്ചു, വേണ്ടായിരുന്നു, ഇവർ നിർബന്ധിച്ച് വിട്ടതാണ്, വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് വിട്ടത്. വീട്ടുകാരുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം മക്കളെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും. ഇപ്പൊ അത് കൂടുതൽ മനസ്സിലായി വരുന്നുണ്ട്. കുട്ടികൾ അവനവന്റെ ടാലന്റ് ചേസ് ചെയ്ത് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ചിലവർക്ക് ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഇല്ലാത്തവർ തീർച്ചയായിട്ടും കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പം കല്യാണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, കല്യാണം ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ആലോചന വന്നിട്ടുണ്ട്, വലിയ വീട്ടുകാരാണ്, അല്ലെങ്കിൽ അവർ വലിയ ടീംസാണ്, അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചാൽ നമുക്ക് പല ബെനിഫിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചെറുക്കന് നല്ല ജോലിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ പിന്നെ ഫ്രണ്ടിന്റെ മകനാണ്, മകളാണ്, പെൺകുട്ടി നല്ല സുന്ദരിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ഒരു മാരേജിലേക്ക് പോകുന്നു. സൊസൈറ്റിയെ, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നോക്കിക്കൊണ്ട് പോകുന്നു. അങ്ങനെ വരുമ്പോഴുള്ള ആ മാരേജ് ചിലപ്പം പ്രശ്നത്തിലാകും. കാരണം ആ കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ട് വ്യക്തികൾ അവർക്ക് മാനസികമായി പൊരുത്തമുണ്ടോ, മനപ്പൊരുത്തമുണ്ടോ, അവരുടെ വൈബ് മാച്ചിങ് ഉണ്ടോ എന്നുള്ളതും കൂടി ഇതിനകത്ത് ശ്രദ്ധിക്കണം. ഫാമിലി നോക്കുന്നതും എഡ്യൂക്കേഷൻ നോക്കുന്നതും മാച്ചിങ് നോക്കുന്നതും എല്ലാം നല്ലത് തന്നെ. പക്ഷേ ഈ ഇന്ന ഫാമിലിയിലേക്ക് ഉള്ള ഒരാളാണ്, അതുകൊണ്ട് നമുക്ക് ആ പ്രപ്പോസൽ എടുക്കാം, അതൊക്കെ ഒരു വിഡ്ഢിത്തരമായിട്ട് ചിലപ്പോൾ മാറും. കാര്യം അവർ രണ്ടും തമ്മിലുള്ള പേഴ്സണാലിറ്റി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതായിരിക്കും. അപ്പോൾ പിന്നെ കുറേ കഴിയുമ്പോൾ ഒരുപാട് ഡൈവോഴ്സ് കേസസ് വരുന്നുണ്ട്. പലരും പറയുന്നത് വേണ്ടാത്തൊരു കാര്യത്തിൽ ചെന്ന് ഇടപെട്ട് വെറുതെ വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളയിലിട്ട പോലെ. ചില ഒരു ആസ്പെക്ട്സ് ഉണ്ട്. അതായത് ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് പോകുന്നു, വഴക്ക് തീർക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വേറെ ആൾക്കാരുടെ കാര്യത്തിൽ, ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ ഇടപെട്ടു, ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് തിരിച്ചറിയാതെ കാര്യങ്ങളിൽ ചിലപ്പോൾ നാളാവാൻ ചെയ്യുന്നതായിരിക്കാം. എൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു അങ്കിളുണ്ട്. എല്ലാ കാര്യത്തിലും ചെന്ന് ഇടപെട്ട് ഷൈൻ ചെയ്ത് ആ കാര്യം പ്രശ്നം പരിഹരിക്കാനാണെന്നുള്ള രീതിയിൽ ഇടപെട്ട് ആ പ്രശ്നം കുളമാക്കി ചെയ്യുന്നൊരവസ്ഥ. എന്നിട്ട് പറഞ്ഞു ഞാനല്ലേ അതിനൊക്കെ പോകാനുണ്ടായുള്ളൂ, വേറെ ആരും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെയുള്ള ഒരു കാര്യം ഒരു ഹ്യൂമറസ് ആയിട്ട് ഇപ്പൊ ഞാൻ ഓർത്തെടുക്കുകയാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ നെയ്ബർ ആയിട്ടുള്ള രണ്ട് വീട്ടുകാര് തമ്മിൽ ഭയങ്കര വഴക്കാണ്. അവരോട് രണ്ടുപേരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്കൊരു ഒരു സന്മനസ് തോന്നിയിട്ട് അവരെ ഒന്ന് സംസാരിപ്പിച്ച് രണ്ടുപേർ വഴക്ക് തീർത്ത് ഒരുമിപ്പിക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. അപ്പൊ അതിലേക്ക് എടുത്തു ചാടി ഇടപെട്ടാൽ ചിലപ്പം അവരും കൂടെ നിങ്ങളുടെ ശത്രുക്കളായിട്ട്, ഒരു കൂട്ടരെങ്കിലും നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറുകയും ചിലപ്പം നിങ്ങളുടെ മനസ്സമാധാനം പോവുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ
വിറ്റ് പോവേണ്ട അവസ്ഥ വരെ എത്തിച്ച ചേരുന്ന അവസ്ഥയിലേക്ക് വന്നെന്നിരിക്കാം. അതിനുശേഷം പുതിയൊരു സ്ഥലത്ത് ചെന്ന് കൺമുമ്പിലിരുന്ന ഒരാളെ വെട്ടിക്കൊല്ലുന്നത് കണ്ടാൽ പോലും ഞാൻ എൻ്റെ കാര്യം, എൻ്റെ വീട്, എനിക്ക് അത്രേ ഉള്ളൂ, ഞാൻ വേറൊരു ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെടുകയേ ഇല്ല. ഇടപെട്ടത് കൊണ്ടൊക്കെ എനിക്ക് ഇടപെട്ടിടത്തോളം ഞാൻ വളരെയധികം ബുദ്ധിമുട്ട് ട്രാപ്പിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. ആ ആറ്റിറ്റ്യൂഡും ശരിയല്ല. നമ്മളൊരു കാര്യത്തിൽ നമ്മളുടെ സഹായം ആവശ്യമുള്ള, നമ്മൾ ചെയ്താൽ, നമ്മൾ പറഞ്ഞാൽ ശരിയാകുന്ന ചില ഇടങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കണം, ഒബ്സർവ് ചെയ്തിട്ട് ഇത് എനിക്ക് പറ്റുന്നതാണോ അല്ലയോ, എന്നെ കൊണ്ട് ഗുണം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യുക. ഒരാൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മളൊരു കൈ താങ്ങായി പിടിച്ചു കൊടുത്താൽ അയാൾക്ക് അതിൽ നിന്ന് കം ഔട്ട് ചെയ്യാൻ സാധിച്ചാൽ അത് ചെയ്യുക തന്നെ ചെയ്യുക. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി എന്താണ് ഏതാണെന്ന് അറിയാതെ ഒരു ഫേക്ക് ഫൈറ്റ് ആണെങ്കിൽ അതിനെ ഇടയ്ക്ക് കയറി ചെന്ന് ഫൈറ്റ് മാറ്റാൻ തുടങ്ങിയാൽ നമ്മൾ വെറുതെ വിഡ്ഢിയായി മാറും. അതാണ്. അപ്പൊ അങ്ങനെയാണ് വെയിലിലിരിക്കുന്ന പാമ്പിനെ തോളത്തിടാതെ സഹായങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ വീട് പണിയുന്ന കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെ സ്വപ്നമാണ് നല്ലൊരു വീട്. ചിലവരുടെ സ്വപ്നം ഒരു കൊട്ടാരം പോലെയുള്ളൊരു വീട്ടിൽ താമസിക്കണമെന്നാണ്. ചില ആൾക്കാർ ഇപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര ഒരു വലിയ ലോണൊക്കെ എടുത്തിട്ട് കുറേ സ്ഥലമെല്ലാം വിറ്റ് വലിയ വീട് പണിയണം, ഒരു ലക്ഷറി ടാക്സ് ഒക്കെ കൊടുത്ത് 2 പേർക്ക് 3 പേർക്കൊക്കെ താമസിക്കാനായിട്ട്. ഓരോരോ കാര്യങ്ങളിലാണ് നമ്മുടെ തീരുമാനം, നമ്മുടെ ഓരോരുത്തരുടെ സ്വപ്നം. ചിലവർക്ക് അങ്ങനെ എന്തൊരു വാശിയാണ് എനിക്ക് ആ വീട് പണിയാൻ. ചിലർ പറയും എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഇറക്കി വിട്ട മണ്ണാണ്, ആ സ്ഥലം ഞാൻ മേടിച്ചു, അവിടെ ഒരു വലിയ വീട് ഞാൻ പണിതു, അതായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം, ഇപ്പോഴാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ അങ്ങനെ ഒരു വാശി തീർക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എനർജി മുഴുവനും ചെലവാക്കി ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടും ഹാപ്പിനെസ്സോടു കൂടിയും ജീവിക്കാൻ പറ്റും, അങ്ങനെ യാതൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. നമ്മൾ വീട് പണിയേണ്ടത് നമ്മുടെ ആഗ്രഹത്തിന്, നമ്മുടെ സന്തോഷത്തിന്, നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ്. വലിയ വീട്, ചെറിയ വീട്, സൗകര്യങ്ങളുടെ വ്യത്യാസങ്ങൾ, അത് ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും ആവശ്യം അനുസരിച്ചാണ് അത് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ലൈഫ് സ്റ്റൈലാണ് പിന്തുടരുന്നത്, ഒരു ആർട്ടിസ്റ്റ് ആണോ, ഒരു റൈറ്റർ ആണോ, അല്ലെങ്കിൽ ഒരു പെയിന്റർ ആണോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണോ, ഒരു സോഷ്യൽ വർക്കർ ആണോ, ഇതൊക്കെ അനുസരിച്ച്, പ്രൊഫഷനൊക്കെ അനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. അതിനനുസരിച്ച് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യുക. ആ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആർക്കിടെക്ട്സും ഡിസൈനേഴ്സും നിങ്ങളെ സഹായിക്കും. അത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്തിട്ട് കുറേ റെഫറൻസസ്, കണ്ടമാനം വീടുകൾ പോയി വിസിറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്നൊക്കെ ഇഷ്ടപ്പെട്ട പോയിന്റ്സ് എടുത്തൊരു വീട് പണിയുന്നു, എന്നിട്ട് ആ വീട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പിന്നീട് പറയുന്നു. കുറേ പേരെ ഞാനത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയില്ലേ, നമുക്കിപ്പോൾ പാർവതിയുടെ കണ്ണിഷ്ടമാണ്, മേനകയുടെ ചിരി ഇഷ്ടമാണ്, നിത്യ മേനോന്റെ ഫേസ് ഇഷ്ടമാണ്, മമിതയുടെ എനർജി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ നടികളുടെ ഓരോരോ പോയിന്റ് എടുത്ത് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒരാളെ വേണമെങ്കിൽ AI-ക്ക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉണ്ടാക്കി തരാൻ പറ്റും. പക്ഷെ ആത്മാവ് ഉണ്ടാവില്ല. നമ്മുടെ വീടിന് നമുക്ക് ആത്മാവ് വേണം. നമുക്ക് വേണ്ടുന്ന കാര്യം, നമ്മുടെ ലൈഫ് സ്റ്റൈലിന്, നമ്മുടെ സൗകര്യത്തിൽ വേണ്ട ഒരു വീടാണ് നമ്മൾ പണിയേണ്ടത്. വേറെ ആരെങ്കിലും ഔട്ട്സൈഡ് റെഫറൻസ്, ബാക്കിയുള്ളവരെ കാണിക്കാൻ, സമൂഹത്തിനെ കാണിക്കാൻ, എനിക്ക് ഗമ കാണിക്കാൻ എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് അതിനെ ഒരു നമ്മൾ മൈൻഡ്ഫുൾനെസ്സോട് കൂടി വേണം ഒരു വീട് പണിയാനായിട്ട്. അപ്പോൾ അതിന് നല്ല ബ്യൂട്ടി ആയിരിക്കും. ആൾക്കാർ ആ രീതിയിൽ അപ്രീസിയേഷൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി, നല്ലൊരു ഫീലാണ്. ഉള്ളത് നിറവോട് കൂടി വെക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ചൊരു പെബിൾസോ അല്ലെങ്കിൽ ഒരു കളർഫുൾ പെബിൾസോ എന്തെങ്കിലും ഒരു കാര്യം ഒരു എക്സിബിറ്റ് ചെയ്ത് വെക്കണമെന്ന് വിചാരിക്കുക, ഒരു ബൗളിലിട്ട്. അപ്പോൾ നമുക്ക് വലിയൊരു ബൗളാണ്, കുറച്ച് പെബിൾസ് ഉണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓക്വേർഡാണ്, അതിനൊരു ഭംഗിക്കുറവാണ്. അതേസമയം നിങ്ങൾക്ക് കുറച്ച് ഒരു പെബിൾസ് ഒരു സ്ഥലത്ത് എക്സിബിറ്റ്, അതിന് തക്കതായ കണ്ടെയ്നർ, അതിന് കൃത്യം പെബിൾസ് നിറഞ്ഞിരിക്കുന്ന ഒരു കണ്ടെയ്നർ വെക്കുക. അതിലത് കൊണ്ടുപോയിട്ട് നല്ലൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിറവോട് കൂടിയിരിക്കുന്നത് കാണാം. അതിനൊരു ബ്യൂട്ടി ഉണ്ട്. ഇതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ കുട വേണമെന്ന് ആരോടും പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ, നമ്മൾ ഇടപെടുന്ന ഓരോ കാര്യത്തിലും ചില കാര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല തീരുമാനമെടുത്ത് ഉത്തരവാദിത്തത്തോടെ നമുക്ക് പോകാൻ സാധിക്കും. എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ചാലഞ്ചസോ നേരിട്ടാൽ തന്നെ നമ്മൾ തീരുമാനിച്ചെടുത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ തന്നെ നിൽക്കും, ആരെയും കുറ്റപ്പെടുത്താതെ.
വിവേകപൂർവം ശരിയായ തീരുമാനങ്ങൾ എടുത്ത് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.